ഹായ് എവരിവൺ, എല്ലാവർക്കും സ്കിൽ റൈനോയുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മെയ് 15-ാം തീയതി PSC പ്രസിദ്ധീകരിച്ചിട്ടുള്ള PSC ബുള്ളറ്റിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഇതിന്റെ കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ളത് 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025 ആണ്. അതില് മികച്ച സിനിമ ഏതാണ്? എക്കോയ്ക്കാണ് അവാർഡ് കിട്ടിയത്. അതിന്റെ സംവിധായകനെ കൂടെ നിറഞ്ഞിരുന്നു. ആരാണ്? ദിൻജിത് അയ്യന്താനാണ് ഈ എക്കോ സിനിമയുടെ സംവിധായകൻ എന്ന് പറഞ്ഞ. അപ്പൊ മികച്ച സിനിമ ഏതാണ്? എക്കോയാണ്. ഇനി മികച്ച സംവിധായകൻ ആരാണ്? ഡൊമിനിക് അരുൺ. ഏത് സിനിമയ്ക്കാണ്? ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയ്ക്കാണ് ഡൊമിനിക് അരുൺ എന്ത് ലഭിച്ചത്? മികച്ച സംവിധായകനായിട്ടുള്ള 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ചത്. ഇനി മികച്ച നടൻ ആരാണ്? മോഹൻലാലാണ്. ഏതൊക്കെ സിനിമയാണ്? തുടരും, ഹൃദയപൂർവ്വം. ഓക്കെ. ഇനി മികച്ച നടി ആരാണ്? കല്യാണി പ്രിയദർശൻ. ഏത് സിനിമ? ലോക. അനശ്വര രാജൻ. ഏതൊക്കെ സിനിമ? രേഖാചിത്രം, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന് പറയുന്ന ചിത്രത്തിന്. മികച്ച തിരക്കഥ ആരുടെയാണ്? രാജേഷ് തില്ലങ്കരി. ഓക്കെ. അപ്പൊ ഇത്രയും ഓർത്ത് വെച്ചിരുന്ന ഏതൊക്കെയാണ്? മികച്ച സിനിമ എക്കോയാണ്. മികച്ച സംവിധായകൻ ആരാണ്? ഡൊമിനിക് അരുൺ ആണ്. മികച്ച നടൻ മോഹൻലാലാണ്. ഏതൊക്കെ സിനിമയാണ്? തുടരും, ഹൃദയപൂർവ്വം. ഇനി മികച്ച നടി ആരൊക്കെയാണ്? 2 പേരുണ്ട്, കല്യാണി പ്രിയദർശനും അനശ്വര രാജനും. മികച്ച തിരക്കഥാരുടെയാണ്? രാജേഷ് തില്ലങ്കരി. ഓക്കെ. എന്താണ് നമ്മൾ പഠിച്ചത്? 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025 ആണ്. ഓക്കെ. അപ്പൊ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് 1-2 വേദികളെ കുറിച്ചാണ്. കൺഫ്യൂഷൻ ആവാതെ പഠിച്ചു വെച്ചിരുന്നു. ഒന്നാമത്തത് 2028 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോക ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അത് UAE ആണ്. 2028 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോക ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അത് UAE ആണ്. അടുത്ത പോയിന്റ്, 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. അടുത്ത പോയിന്റ്, പ്രഥമ യോഗാസന ലോക ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന എവിടെയാണ്? അഹമ്മദാബാദിലാണ്. പ്രഥമ യോഗാസന ലോക ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് അഹമ്മദാബാദ്. നമ്മുടെ കേന്ദ്ര കായിക മന്ത്രി ആരാണെന്ന് അറിയാമോ? അത് മൻസുഖ് മാണ്ഡവ്യ ആണ്. എഴുതിത്തരാവേ. മൻസുഖ് മാണ്ഡവ്യ. ഒന്ന് ഓർത്ത് വെച്ചിരിക്കണേ. ഇത് മൻസുഖ് മാണ്ഡവ്യ. ഓക്കെ. ഇതാണ് നമ്മുടെ കേന്ദ്ര കായിക മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ പ്രഥമ യോഗാസന ലോക ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന എവിടെയാണ്? അഹമ്മദാബാദ്. ഇനി ഒരു വേദി കൂടെ ഉണ്ട്. 2026 ഇന്ത്യൻ കരസേന ആതിഥേയത്വം വഹിക്കുന്ന പ്രഥമ ബഹുരാഷ്ട്ര സൈനിക അഭ്യാസമായ പ്രഗതി 2026 വേദി എവിടെയാണ്? ഉംറോയ്. അതെവിടെയാണ്? മേഘാലയ. അപ്പൊ പ്രഗതി 2026 വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ഉംറോയ്. അതെവിടെയാണ്? മേഘാലയ. ഓക്കെ. ഇനി അപ്പൊ 4 വേദികളാണ് പഠിച്ചത്. തിരിഞ്ഞു പോവാതെ നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നു. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയിലുടനീളമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള പിന്തുണാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? ജീവൻ എന്നാണ്. ഇന്ത്യയിലുടനീളമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള പിന്തുണാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? ജീവൻ എന്നാണ്. ഇതിന്റെ ഫുൾ ഫോം താഴെ കൊടുത്തിട്ടുണ്ട്. ജോയിന്റ് എൽഡർലി എംപവർമെന്റ് ആൻഡ് വെർച്വൽ അസിസ്റ്റന്റ് നെറ്റ്വർക്ക് എന്നാണ് ജീവന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ മന്ത്രി ആരാണെന്ന് അറിയാമോ? ഓർത്തു വെച്ചിരുന്നോ? വീരേന്ദ്രകുമാർ ആണ്. ആരാണ്? വീരേന്ദ്രകുമാർ. ഓക്കെ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. മനുഷ്യരും ഡോൾഫിനുകളും തമ്മിലുള്ള ബന്ധത്തിന്റെ പരിണാമത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ബഹുസ്ഥാപന സഹകരണ പദ്ധതി നടപ്പിലാക്കുന്നതിനായി അമേരിക്കയിലെ ഒറിഗോൺ സ്റ്റേറ്റ് സർവകലാശാലയുമായി കരാർ ഒപ്പുവെച്ച സർവകലാശാല ഏതാണ്? അത് നമ്മുടെ കേരള സർവകലാശാലയാണ്. മനുഷ്യരും ഡോൾഫിനുകളും തമ്മിലുള്ള ബന്ധത്തിന്റെ പരിണാമത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ബഹുസ്ഥാപന സഹകരണ പദ്ധതി നടപ്പിലാക്കുന്നതിനായി അമേരിക്കയിലെ ഒറിഗോൺ സ്റ്റേറ്റ് സർവകലാശാലയുമായി കരാർ ഒപ്പുവെച്ച സർവകലാശാല ഏതാണ്? നമ്മുടെ കേരള സർവകലാശാലയാണ്.
ഇനി അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണ്. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്ന് വെച്ചാൽ ഇതിനൊരു പ്രമേയമുണ്ട്. ആക്ടിങ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്റ്റ് എന്നാണ്. എന്താണ് ആക്ടിങ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്റ്റ്. ഇതാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22 2026 പ്രമേയം എന്ന് വെച്ചാൽ ഓർത്തു വെച്ചിരുന്നു. ആക്ടിങ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്ട്. അടുത്ത പോയിന്റ്, 2022 വർഷത്തെ കാത്തിരിപ്പിനു ശേഷം 2025-26 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയതാരാണ്? ആഴ്സണലാണ്. 22 വർഷത്തെ കാത്തിരിപ്പിനു ശേഷം 2025-26 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയതാരാണ്? ആഴ്സണലാണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. 16ാം നിയമസഭ കേരള നിയമസഭയുടെ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് സംബന്ധമായിട്ട് 2 പോയിന്റ് താഴെ കൊടുത്തിട്ടുണ്ട്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് 3 പേർ മത്സരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥാനത്തേക്ക്, ഒരു സ്പീക്കർ എന്ന സ്ഥാനത്തേക്ക് എന്ത് ചെയ്യുന്നത്? കേരളത്തിൽ 3 പേര് മത്സരിക്കുന്നത്. ആരാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നോ? ഒന്ന് നമ്മുടെ ജയിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ UDF സ്ഥാനാർത്ഥിയായിരുന്നു. രണ്ടാമത്തെ മൊയ്തീനാണ് LDF സ്ഥാനാർത്ഥി. മൂന്നാമത് ഗോപകുമാർ NDA സ്ഥാനാർത്ഥി. അപ്പൊ 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഈ 2 പോയിന്റ്സും. ഇനി രക്തത്തിലെ വിഷബാധ വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും കണ്ടെത്തുന്നതിനായി ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി വികസിപ്പിച്ച സാങ്കേതിക വിദ്യ ഏതാണ്? പോയിന്റ് ഓഫ് കെയർ സംവിധാനം. അപ്പൊ പോയിന്റ് ഓഫ് കെയർ സംവിധാനം എന്ന് വെച്ചാൽ എന്താണ്? രക്തത്തിലെ വിഷബാധ വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും കണ്ടെത്തുന്നതിനായി ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയാണ് പോയിന്റ് ഓഫ് കെയർ സംവിധാനം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. ഞാൻ ഇനി അടുത്ത് വായിക്കുന്നത്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ? ഭരണനിർവഹണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം അത് നമ്മുടെ കേരളമാണ്. ഭരണനിർവഹണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. കേരളത്തിലെ ആദ്യത്തെ AI വകുപ്പ് മന്ത്രിയെ ചുമതലയേറ്റതാരാണ്? PK കുഞ്ഞാലിക്കുട്ടി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? കേരളത്തിലാദ്യത്തെ AI വകുപ്പ് മന്ത്രിയെ ചുമതലയേറ്റതാരാണ്? PK കുഞ്ഞാലിക്കുട്ടി. കുഞ്ഞാലിക്കുട്ടി ഏത് മണ്ഡലമാണ്? മലപ്പുറമാണ്. വേറെ 2-3 വകുപ്പുകൾ കൂടെയുണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക്. ഏതാണ്? IT വകുപ്പ്, വ്യവസായം, സ്റ്റാർട്ടപ്പുകൾ. അപ്പൊ ഓർത്തിരുന്നോ, ഭരണനിർവഹണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ആദ്യത്തെ AI വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണത്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. ഏത് മണ്ഡലമാണെന്ന് ഓർത്തിരുന്നത്? ഏത് മണ്ഡലമാണ്? മലപ്പുറമാണ്. ഇനി കേരളത്തിന് പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പുതിയ വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. നമ്മൾ രൂപീകരിച്ചപ്പോൾ അതിന്റെ ബാക്കിൽ നിന്ന് നെക്സ്റ്റ് രൂപീകരിച്ച ആരാണ്? തമിഴ്നാടാണ്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചിരുന്നോ? അടുത്ത ചോദ്യം, ശാസ്ത്രലോകത്തെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ബഹുമതികളിലൊന്നായ റോയൽ സൊസൈറ്റി ഫെല്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട 2ാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഡോക്ടർ സൗമ്യയാണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചോദ്യമാണ്. ശാസ്ത്രലോകത്തെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ബഹുമതികളിലൊന്നായ റോയൽ സൊസൈറ്റി ഫെല്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട 2ാമത്തെ വനിത ആരാണ്? ഡോക്ടർ സൗമ്യ. അപ്പൊ ആദ്യത്തെ ഒന്ന് അറിഞ്ഞിരുന്നു, ആരാണ്? ഗഗൻദീപ് ആണ്. 2ാമത്തെ വനിത ഡോക്ടർ സൗമ്യ ആണെങ്കിൽ ആദ്യത്തത് ഗഗൻദീപ് ആണ്. D ആണ്. ഇത് DEEP. ഓക്കെ, ഇനി ഈ ഡോക്ടർ സൗമ്യ ആരാണെന്നറിയാമോ? നമ്മുടെ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥന്റെ മകളാണ് നമ്മുടെ ഈ ഡോക്ടർ സൗമ്യ. ഇതേക്കുറിച്ച് താഴെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, വായിച്ചു തരാം. ഡോക്ടർ സൗമ്യയുടെ പിതാവും പ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ MS സ്വാമിനാഥൻ റോയൽ സൊസൈറ്റി ഫെല്ലോ ആയിരുന്നു. ഇതോടെ ഇന്ത്യയിൽ നിന്നും ഈ പദവി ലഭിക്കുന്ന ഏക അച്ഛനും മകളും എന്ന അപൂർവ നേട്ടം ഇവർ സ്വന്തമാക്കി.
അപ്പോൾ റോയൽ സൊസൈറ്റി ഫെല്ലോയിൽ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ വനിതയാണ് ഡോക്ടർ സൗമ്യ എന്ന് വെച്ചാൽ ഇത് ആരുടെ മകളാണ്? ഇത് ഡോക്ടർ MS സ്വാമിനാഥന്റെ മകളാണ് ഡോക്ടർ സൗമ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി റോയൽ സൊസൈറ്റി ഫെല്ലോ ലഭിച്ച ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഗഗൻദീപ് ആണ്. ഓർത്തു വെച്ചിരുന്നോയെ. ഇനി അടുത്ത പോയിന്റ്, വായു മലിനീകരണം തടയുന്നതിനും കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗ മരം സ്ഥാപിച്ചത് എവിടെയാണ്? ഭോപ്പാലിലാണ്. വായു മലിനീകരണം തടയുന്നതിനും കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗ മരം സ്ഥാപിച്ചത് എവിടെയാണ്? ഭോപ്പാലിലാണ്. കേരള സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ വിജിലൻസ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? അത് ഓപ്പറേഷൻ സീറോയാണ്. അപ്പോൾ ഓപ്പറേഷൻ സീറോ എന്ന് അറിഞ്ഞിരുന്നു. എന്താണ്? കേരള സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ വിജിലൻസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ സീറോ. അടുത്ത പോയിന്റ്, ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസാർ ഉപഗ്രഹമായ ദൃഷ്ടി വിജയകരമായി വിക്ഷേപിച്ചത് ഏത് റോക്കറ്റ് ഉപയോഗിച്ചതാണ്? ഫാൽക്കൺ 9. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസർ ഉപഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചിട്ട്. ഏതാണ്? ദൃഷ്ടിയാണ്. അത് വിജയകരമായി വിക്ഷേപിച്ചത് ഏത് റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ്? ഫാൽക്കൺ 9 ആണ്. കാലിഫോർണിയയിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസർ ഉപഗ്രഹമായ ദൃഷ്ടി വിജയകരമായി വിക്ഷേപിച്ചത്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസർ ഉപഗ്രഹമായ ദൃഷ്ടി വിജയകരമായി വിക്ഷേപിച്ചത് ഏത് റോക്കറ്റ് യൂസ് ചെയ്തിട്ടാണ്? ഫാൽക്കൺ 9 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി മാറിയത് ഏതാണ്? സിക്കിമാണ്. ഓർത്തു വെച്ചിരുന്നോണേ അത്. അടുത്ത പോയിന്റ്, ലോകത്തിലെ ആദ്യത്തെ സ്ഥിര ആണവ നിലയ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കുന്നത് ഏത് രാജ്യത്താണ്? ഫിൻലാൻഡിലാണ്. ലോകത്തിലെ ആദ്യത്തെ സ്ഥിര ആണവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കുന്ന ഏത് രാജ്യത്താണ്? ഫിൻലാൻഡിലാണ്. ആണവ നിലയങ്ങളിൽ നിന്നുമുള്ള അവശിഷ്ടങ്ങൾ സുരക്ഷിതമായി നിക്ഷേപിക്കാനുള്ള ലോകത്തിലെ ആദ്യത്തെ സ്ഥിര ഭൂഗർഭ ആണവ മാലിന്യ സംഭരണ കേന്ദ്രം എവിടെയാണ് നിലവിൽ വരുന്നത്? ഫിൻലാൻഡിലാണ് നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 4 സംസ്ഥാനങ്ങളിലുള്ള മുഖ്യമന്ത്രിമാരെ അറിയാനുണ്ട്. തമിഴ്നാട് എല്ലാവർക്കും അറിയാം, ആരാണ്? ചന്ദ്രശേഖർ ജോസഫ് വിജയ് ആണ്. പുതുച്ചേരി മുഖ്യമന്ത്രി ആരാണ്? N രംഗസ്വാമിയാണ്. പുതുച്ചേരിയുടെ 11ാമത്തെ മുഖ്യമന്ത്രിയാണ് N രംഗസ്വാമി. പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി ആരാണ്? സുവേന്ദു അധികാരി. പശ്ചിമ ബംഗാളിന്റെ 9ാമത്തെ മുഖ്യമന്ത്രിയാണ് സുവേന്ദു അധികാരി. ആസാം മുഖ്യമന്ത്രി ആരാണ്? ഹിമന്ത ബിശ്വ ശർമ്മ. അപ്പൊ ആരാണ്? തമിഴ്നാട് മുഖ്യമന്ത്രി നമ്മുടെ വിജയ് ആണ്. പുതുച്ചേരി മുഖ്യമന്ത്രി ആരാണ്? N രംഗസ്വാമി. പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി ആരാണ്? സുവേന്ദു അധികാരി. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സോ എല്ലാവരും നല്ല രീതിക്ക് തന്നെ ഈ ചോദ്യങ്ങൾ നമ്മുടെ വേദികളൊക്കെ നമ്മൾ ഇന്ന് പഠിച്ച് തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്നും തിരിഞ്ഞു പോവാതെ നല്ല രീതിക്ക് ക്ലിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും പഠിക്കുക. ഇതിൻ്റെ ചോദ്യങ്ങൾ നമ്മുടെ സ്കിൽ റൈനോ ആപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് കയറി ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.